എത്തിയാ ആ വരണവഴി മെമ്പറെ കണ്ടിരുന്നു ഞാൻ. അതെ. ആ എന്തു പറയുന്ന ആള് പറഞ്ഞേ തുമ്പിയുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണം എന്ന് പറഞ്ഞു. തുമ്പിയുടെ അല്ലേ? ആ ശരിയാ, 18 വയസ്സായില്ലേ? ഇപ്പൊ അതിന്റെ സമയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പഴാണ് അതിന്റെ ടൈം. അതിന് അവള് നാട്ടിലില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെ ചെയ്യും? അത് നോക്കിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അത് ശരിയാക്കാന്ന് പറഞ്ഞ ആള്. അതെ. ഡൽഹിയിലാണ് പഠിക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 18 വയസ്സായാല് ആരായാലും അപ്പൊ തന്നെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കണം എന്നാണ് പറയുന്നത്. ഓ, അത് ശരിയാ, നമ്മ പഠിച്ചിട്ടുണ്ടല്ലോ. ആ നമ്മുടെ അവകാശാണല്ലോ അതന്നെ വോട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ അതന്നെ ഇപ്പൊ അത് കൊച്ചു നാട്ടിലില്ലാണ്ട് പിന്നെ എങ്ങനെയാണ്? അതെ, ആളൊരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അത് റെഡിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫോം ഉണ്ട്, അത് അവളോട് വിളിച്ച് പറയണം. ഫോം 4 വോട്ടേഴ്സ് ലിസ്റ്റിന്റെ ഫോം 4 ആണ്. അത് അവള് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൽ സൈൻ ചെയ്തിട്ട് മുനിസിപ്പൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. മെയിൽ ചെയ്യണം. മെയിൽ ചെയ്താൽ മതി. എന്നിട്ട് അപ്പൊ അവള് വരേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മള് പേരൻസ് അവള് അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ടും പിന്നെ ആധാർ കാർഡിന്റെ കോപ്പിയും അവളുടെ ആധാർ കാർഡിന്റെ ഒറിജിനൽ ആധാർ കാർഡും റേഷൻ കാർഡും കൊണ്ടുപോയി കാണിച്ചിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ആള് പേര് അതിൽ രജിസ്റ്റർ ചെയ്ത് തരാന്ന് പറഞ്ഞു. വോട്ടേഴ്സ് ലിസ്റ്റിൽ രജിസ്റ്റർ റേഷൻ കാർഡിൽ അവളുടെ പേരുള്ളതല്ലേ? ഒരു വോട്ടിന്റെ വിലയൊക്കെ ഭയങ്കര വാല്യൂ ആണ് ഓരോ വോട്ടിനും. ഇന്ത്യൻ പൗരന്റെ അവകാശമാണ് വോട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോട്ട് ഒരാളും മിസ് ചെയ്യാൻ പാടില്ല. നമ്മളാര് ഭരിക്കണമെന്ന് തീരുമാനിക്കണത് ഈ വോട്ടിൽ നിന്നാണ്, മനസ്സിലായില്ലേ? അത്രയും വാല്യൂ ആണ് അതിന്. ചില ആളുകൾ ഒരു വോട്ടിനൊക്കെ അല്ലേ തോൽക്കണത്. അപ്പൊ എന്തായാലും അവളോട് കാര്യം പറയണം കേട്ടാ. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്ക്. ഇപ്പൊ തന്നെ വിളിക്കാം ഞാൻ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞ എല്ലാവരും പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കേണ്ട ടൈമാണിത്. ഈ ടൈമിൽ ചെന്ന് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റും. അപ്പോൾ ഒരാളും മിസ്സാക്കരുത്, എല്ലാവരും വോട്ട് ചെയ്യുക. വോട്ട് വളരെ വാല്യൂ ഉള്ളതാണ്, മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.